ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു വെറൈറ്റി ബാത്റൂമാണ്. അതായത് അത്യാവശ്യം പോഷ് ടൈപ്പ് ബാത്റൂമാണ് നമുക്കിന്ന് ഒന്ന് പരിചയപ്പെടുന്നത്. ബാത്ത് ടബ്, അതുപോലെ തന്നെ നോർമൽ ലെവലുള്ള ക്ലോസറ്റ്സ്, അത് തന്നെ ടേബിൾ ടോപ്പായിട്ടുള്ള വാഷ് ബേസിൻ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ആദ്യമേ തന്നെ നോക്കുക, ഈ ബാത്റൂമിലേക്ക് കയറി വരുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മൾ അതിൻ്റെ ടബ് സെറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നു. ടേബിൾ ടോപ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കൺസീൽഡ് ഫ്ലഷ് വരുന്ന ക്ലോസറ്റ് കൊടുത്തിരിക്കുന്നു. പിന്നെ കുളിക്കുന്ന ഏരിയ ഒരു ടവർ സെറ്റ് കാര്യങ്ങളെല്ലാം മൊത്തം ഫിനിഷ് ചെയ്തിട്ട് ഒരു പോഷ് ലെവലുള്ള ബാത്റൂമാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യമേ തന്നെ നോക്കുക, ഇതിൻ്റെ ടേബിൾ ടോപ്പും അതുപോലെ തന്നെ ടേബിൾ ടോപ്പിൻ്റെ ആദ്യമേ തന്നെ നോക്കുക. അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെയും നമുക്ക് ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ നമുക്ക് കൊടുത്തിരിക്കുന്ന രീതി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന പോലെ തന്നെ രണ്ടടി മാറ്റി ഭിത്തിയിൽ നിന്ന് രണ്ടടി മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് വാഷ് ബേസിൻ നമുക്ക് ഉറപ്പിച്ചിരിക്കുന്നത് ടേബിളിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. അത് മിനിമം നമ്മൾ കൊടുത്തിരിക്കുന്ന ഹൈറ്റ് നമ്മൾ പറയുന്ന പോലെ തന്നെ സ്റ്റാൻഡേർഡ് ഹൈറ്റ്സ് ആണ്. 34 ഇഞ്ച് വാഷ് ബേസിൻ്റെ ടോപ്പ് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് വാഷ് ബേസിൻ്റെ ടോപ്പ് വരുന്നത് 34 ഇഞ്ച് ആയിരിക്കണം. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് കൺസീൽഡ് ഫ്ലഷ് ആണ് കൊടുത്തിരിക്കുന്നത്. കൺസീൽഡ് ഫ്ലഷ് സെപ്പറേറ്റ് കെട്ടി ജസ്റ്റ് അതിൻ്റെ കൺസീൽഡ് ഫ്ലഷിൻ്റെ മോഡുകൾ കാര്യങ്ങൾ ജസ്റ്റ് ഒരു പ്രൊജക്ഷൻ വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് ബാത്റൂം അധികമായിട്ട് അതിൻ്റെ ബിൽഡിങ് കാര്യങ്ങളൊന്നും ഒരുപാട് കുത്തി കളഞ്ഞതിൻ്റെ സ്ട്രോങ് കുറയ്ക്കേണ്ട കാര്യം വരുന്നില്ല. ഒരു 4 ഇഞ്ച് പ്രൊജക്ഷൻ വരുന്നെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുളിക്കുന്ന ഏരിയയിൽ ചെറിയ രീതിയിൽ മസാജിങ്, അത് പാനലിംഗ് ആയിരുന്നു. ഒറ്റ പാനലാണ് വരുന്നത്. അതായത് ഷവർ, അതിന് ജസ്റ്റ് സ്പാ വരുന്നുണ്ട്, ലൈറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുകളിലെ ഷവറിൻ്റെ ഹാൻഡ് ഷവർ, സ്പൗട്ട്, ഇതിൻ്റെ എല്ലാം തന്നെ ലിവറുകളെല്ലാം വരുന്നത് ഒറ്റ മോഡ്യൂളിലാണ് വരുന്നത്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതതിൻ്റെ ലിവറുകൾ ഏതെല്ലാം ഷവറിൽ വരുന്ന ലിവറുകൾ, ഷവറിൽ വരുന്നത്, സ്പൗട്ടിന് വരുന്നത്, പിന്നെ സെപ്പറേറ്റ് സ്പാ വരുന്നുണ്ട്. ആ സ്പാ വരുന്നത് ഉണ്ടാവും. സ്പാ വരുന്ന രീതിയിൽ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന സ്പാ രീതിയിലുള്ള മോഡ്യൂളും കാര്യങ്ങളെല്ലാം തന്നെ ഒറ്റ മോഡ്യൂളായിട്ടാണ് വരുന്നത്. അത് നമ്മൾ സാധാരണ ഇത് മൊത്തം റെഡിമെയ്ഡായിട്ട് നമുക്ക് വരുന്ന സിസ്റ്റമാണ്. നമുക്കിതിന് വേണ്ടിയിട്ട് വേറെ ഒന്നും വേണ്ട. ഒരു ചൂടുവെള്ളം പച്ചവെള്ളത്തിൻ്റെ ഒരു ഹാങ്ങിൽ കോക്ക്, പച്ചവെള്ളത്തിൻ്റെ ഒരു ലൈൻ മാത്രം ഇതിൻ്റെ ബാക്കിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ മാത്രം മതി. ബാക്കിയെല്ലാം ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് അതിൻ്റെ മോഡ്യൂൾ വന്നത്. അതായത് ജസ്റ്റ് ഒരു ആംഗിൾ കോക്ക്, അത് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാവുന്ന രീതിയിലുള്ള ഗ്യാപ്പിൽ ചെയ്താൽ മാത്രം മതി. പിന്നെ അടുത്ത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടബ്ബാണ് വരുന്നത്. ടബ്ബ് നമുക്കൊരു പ്രത്യേകതയുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കേണ്ട. സാധാരണ ടബ്ബുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കുന്ന രീതിയിൽ കല്ലൊക്കെ കെട്ടി തിരിച്ച് ഫിക്സ് ചെയ്ത് വെക്കുന്ന രീതിയിലാണ്. ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് മാറ്റാവുന്ന രീതിയിലാണ്. ഹൈ ലെവലുള്ളൊരു ഫ്ലഷ് ഏരിയ ആണ്. ഈ ഫ്ലഷിലാണെങ്കിൽ അതിൻ്റെ നിങ്ങൾക്ക് കാണാൻ സാധിക്കേണ്ട അതിൻ്റെ ടച്ച് സ്ക്രീൻ കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യിപ്പിക്കുന്ന ഇതിൻ്റെ അകത്താണ്. മ്യൂസിക്സ് ഉണ്ട്, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് വർക്ക് ചെയ്യും, അതുപോലെ തന്നെ സ്പാ ഉണ്ട്, അതിൻ്റെ കുമിളകൾ വരുന്ന സിസ്റ്റം ഉണ്ട്. ജസ്റ്റ് എല്ലാ ലൈറ്റ്സ് ഉണ്ട്, പല ടൈപ്പ് ലൈറ്റുകളുണ്ട്. ഹാൻഡ് ഷവർ കാര്യങ്ങളെല്ലാം ഒരു ഹൈ ലെവലിലുള്ള ഒരു പോഷ് ലെവലുള്ള ഒരു ബാത്ത് ടബ്ബാണ് ഈ കാണുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.